തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണത്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി. ആ അന്വേഷണ റിപ്പോർട്ട് 24-നുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോ ഇന്ന് 23-ആണ്. നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക. അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കയ്യിലെത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാർഗത്തിൽ എൻ്റെ കയ്യിലെത്തുമായിരിക്കും. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഗവൺമെന്റ് താഴെ പോകണമെങ്കിൽ ഗവൺമെന്റിന് പിന്തുണ നൽകിയവര് അവർക്ക് നിയമസഭയിൽ ഭൂരിപക്ഷമില്ലാതിരിക്കണം. 57-ലെ ഗവൺമെന്റിന് മഹാഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലുള്ളതിൽ ഒരാളെ പോലും അറുതിയെടുക്കാൻ ഈ രാജ്യത്തിലെ പല ശക്തികൾ കൂട്ടായി ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്താണ് അനുഭവം. അവർ പാറ പോലെ ഉറച്ചു നിന്നു. അവരെല്ലാവരും ആ ഗവൺമെന്റിന് പിന്തുണ നൽകുന്നവരായി തന്നെ നിന്നു. അപ്പോ കണ്ടതെന്താണ്? ഒരു അട്ടിമറി സമരം സംഘടിപ്പിക്കുന്നു. അട്ടിമറി സമരം സംഘടിപ്പിച്ചാൽ നാട്ടിലുള്ള ഗവൺമെന്റിനെ പിരിച്ചുവിടാനാകില്ല. ഗവൺമെന്റ് താഴെ പോകണമെങ്കിൽ നിയമസഭയിൽ ഭൂരിപക്ഷമില്ലാതാകണം. അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ പ്രത്യേക അധികാരമെടുത്ത് ഉപയോഗിച്ചത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നു. എന്താണെന്ന് കണ്ടത്? കേരളത്തിൽ വലിയ തോതിലുള്ള എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും യോജിച്ച നീക്കം. അതിലൂടെ ജനാധിപത്യ വ്യവസ്ഥക്ക് കനത്ത ആഘാതമേൽപ്പിക്കുകയായിരുന്നു. തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി വരുന്ന നിലയുണ്ടാകുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഒന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല എന്നതാണ് ഇവിടെ കണ്ടത്, നാം അനുഭവിച്ചത്. അപ്പോ തങ്ങളുടെ താല്പര്യത്തിന് ഹാനി തട്ടുന്നു. എന്താ ഹാനി? ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, നമ്മുടെ നാട്ടിലെ തൊഴിൽ സമരങ്ങളിലെ മുതലാളിമാർക്ക് വേണ്ടി അനുകൂലമായി ഇടപെടുന്ന പോലീസ്, അത്തരം നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന ഒരു പോലീസ് നയം, ഇതൊന്നും രാജ്യത്തെവിടെയും അപ്പോഴില്ല. അപ്പോഴാണ് കേരളം പുതിയ രീതികൾ സ്വീകരിക്കുന്നത്. ഇതിൽ ചിലത് കേരളത്തിന്റെ ഇന്ന് കാണുന്ന പ്രത്യേകതക്ക് വലിയ തോതിൽ വഴിവെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കേരളത്തിന്റെ ജീവ നിലവാരം ഉയർന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം ഭൂപരിഷ്കരണ നടപടികളാണ്. ആ നടപടിക്ക് തുടക്കം കുറിച്ചത് 1957-ലെ EMS ഗവൺമെന്റാണ്. അതേപോലെ തന്നെ
നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ ഇതുപോലെ സാർവത്രികമായി വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമേ ഉള്ളൂ. അത്ര വിപുലമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസവും വ്യാപകമായിരിക്കുന്നു. ഇത് സ്വയംഭൂവായി ഉണ്ടായതല്ല. 1957 ഗവൺമെന്റാണ് അതിനും തുടക്കം കുറിക്കുന്നത്. അധ്യാപകരെന്ന നിലക്ക് മാന്യമായൊരു തൊഴിൽ എന്ന നിലയിലേക്ക് എത്തിച്ചതും ആ ഗവൺമെന്റായിരുന്നു. ആ കാലത്ത് ഒരു അധ്യാപകന് ഒരു എയ്ഡഡ് സ്കൂളിൽ 13 രൂപയാണ് ശമ്പളം ലഭിക്കുക എങ്കിൽ ആ 13 രൂപ കിട്ടി ബോധിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ കയ്യിൽ കിട്ടുക 6 രൂപയായിരിക്കും. ഇത് ഊഹക്കണക്കല്ല കേട്ടോ. ഈ കേരളത്തില് ആ കാലത്തെ അധ്യാപകർ അനുഭവിച്ച കാര്യമാണ്. അതിനാണ് മാറ്റം വന്നത്. അതടക്കമുള്ള കാര്യങ്ങൾക്കാണ് മാറ്റം വന്നത്. സാർവത്രിക വിദ്യാഭ്യാസം എന്ന നിലയിൽ കാര്യങ്ങൾ മാറുന്നത്. വിദ്യാലയങ്ങൾ നടന്നെത്താവുന്ന ദൂരത്തിൽ കുട്ടികൾക്ക് പ്രൈമറി സ്കൂളുകൾ വേണം എന്ന നിലപാടെടുത്തത്. അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ വർദ്ധിച്ചത്. പിന്നീട് അതിൻ്റെ തുടർച്ചയുണ്ടായത്. അതിൻ്റെ എല്ലാം ഭാഗമായാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടായത്. ഇങ്ങനെയുള്ള വിവിധ മേഖലയിൽ ഇടപെടലുകൾ. നിങ്ങൾ ഒരു ഫാക്ടറിയിലെ തൊഴിലാളി, ആ തൊഴിലാളികൾ അവരുടേതായ ഒരാവശ്യമുയർത്തി അതുമായി ബന്ധപ്പെട്ട് ഒരു ജാഥ നടത്തുന്നു വിചാരിക്കുക. ഒരു പ്രകോപനവും ഇല്ല. അവർ റോഡ് സൈഡിലൂടെ മുദ്രാവാക്യം വിളിച്ച് ജാഥ പോവുകയാണ്. പക്ഷേ ആ കാലത്ത് അത് പാടില്ല. വലിയ നിയമവിരുദ്ധമായ കാര്യം. പോലീസ് ചാടി വീഴുന്നു. ആ ജാഥയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു, തല്ലിപ്പിരിക്കുന്നു, കുറെ പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവിടെ ഈ മണ്ണിൽ സംഭവിച്ചതാണത്. വെറുതെ വന്ന മാറ്റമല്ല ഇന്നുള്ള മാറ്റം. നിങ്ങളതിൽ ഇടപെടേണ്ടതില്ല എന്ന് പോലീസിനോട് EMS ഗവൺമെന്റ് നയത്തിലൂടെ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് മാറ്റം വന്നത്. ഇങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട് കാര്യങ്ങൾ. അപ്പോ അത് അന്ന് നിലവിലുള്ള വ്യവസ്ഥക്കെതിരായ നീക്കങ്ങളാണ്. ആ വ്യവസ്ഥയുടെ വക്താക്കൾക്ക് അതുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ ഗവൺമെന്റിനെ 2 വർഷം കൊണ്ട് പിരിച്ചുവിടുന്ന അവസ്ഥയുണ്ടായത്. പക്ഷേ പിന്നീടും ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇവിടെ അധികാരത്തിൽ വന്നു. ഞാൻ ആ ചരിത്രത്തിലേക്ക് അധികം പോകുന്നില്ല. ആ ഗവൺമെന്റുകൾ മുൻകാലത്ത് ചെയ്ത പ്രവൃത്തികൾ വീണ്ടും തുറന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ഇതിനിടയിലെല്ലാം കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു പ്രത്യേകതയിൽ കേരളത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇടയ്ക്കൊരു ഇടതുപക്ഷ ഗവൺമെന്റ് വരിക, പിന്നെ ദീർഘകാലം വലതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുക. ആ വലതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിലോ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, അതെല്ലാം തകർക്കാനുള്ള ശ്രമം നടത്തുക. ഒരിടവേളയ്ക്ക് ശേഷം ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നു. ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ
ആദ്യത്തെ വർഷങ്ങൾ അല്ലെ ആദ്യത്തെ മാസങ്ങൾ ഈ നേരത്തെ തങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ തകർത്ത് കളഞ്ഞത് അത് എങ്ങനെ പരിഹരിച്ച് പഴയ നില പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്ന് നോക്കലാണ്. പിന്നെയാണ് പഴയ നിലയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം. അപ്പോഴേക്ക് ആ ഗവൺമെന്റ് കാലാവധി കഴിയും. ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 57 ഗവൺമെന്റ് 2 വർഷം, 67 ഗവൺമെന്റിന് 2 വർഷം, പിന്നെ 80 ഗവൺമെന്റിന് 2 വർഷം. ഇതല്ലേ കാലാവധി ഉണ്ടായത്. അതിനുശേഷമാണ് 87 കൂടിയാണ് ഒരു കാലാവധി മുഴുവനായി ഭരിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ടായി. ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ കൂട്ടർ എന്ന നിലയാണുണ്ടായത്. ഒരു ഭാഗത്ത് ഇടതുപക്ഷമാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം. അപ്പോൾ ഇടപെട്ട് ഗവൺമെന്റ് വരുന്ന ഒരു സംസ്ഥാനം എന്ന നിലയാണ് കേരളത്തിലുണ്ടായത്. 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാർ കാലാവധി പൂർത്തിയാക്കി 2011 തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വിജയത്തിനടുത്തെത്തി പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. അത് ഞങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തി. വിജയത്തിന് അടുത്തെത്തി പരാജയപ്പെടുന്ന നിലയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പില് കേരളം പുതിയൊരു ചരിത്രം കുറിച്ചു. അത് അതേവരെയുള്ള 1957 മുതൽ 2021 വരെയുള്ള ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായതായിരുന്നു. 2021 2016 മുതൽ 21 വരെ അധികാരത്തിലിരുന്ന LDFന് തന്നെ തുടർ ഭരണം ഇരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. പാർലമെന്ററി നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ കാണുന്ന ഒരു പ്രത്യേകത ഇതിനിടക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനിടക്ക് നേരത്തെ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ ശാരീരികമായി വകവരുത്താൻ തയ്യാറായതിന്റെ കഥകളാണെന്ന്. എത്രയെത്ര അനുഭവങ്ങൾ, ഏതെല്ലാം തലത്തിലുള്ളവർ. അതില് സഖാവ് അഴീക്കോടൻ തീർത്തും വ്യത്യസ്തനായി നിൽക്കുന്നു. കാരണം അഴീക്കോടൻ കേരളത്തിലെ CPIMന്റെ ജീവനാഡിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ്, അന്നത്തെ മുന്നണിയുടെ കൺവീനർ, കേരളത്തിൽ CPIM കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് CH കണാരൻ, സഖാവ് CH അഴീക്കോടനും അഹോരാത്രം പ്രവർത്തിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ബസ്സിൽ കയറി വിവിധ വഴികളിലേക്ക് സഞ്ചരിക്കുന്ന കാര്യം. ആ സഞ്ചാരം കൃത്യമായി മനസ്സിലാക്കിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ അഴീക്കോടനെ വകവരുത്താൻ പ്ലാൻ ചെയ്തത്. ഇവിടെ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഒരു പാർട്ടിക്കും ഈ തരത്തിലുള്ള ഒരു നേതാവിനെയും നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് മാത്രമാണ് അത്തരമൊരു ദുഃഖകരമായ അനുഭവം ഉണ്ടായത്.
സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ, അദ്ദേഹമാണെങ്കിലോ തീർത്തും സൗമ്യൻ, ആരോടും വശ്യമായി മാത്രം പെരുമാറുക, ഏത് ശത്രുപക്ഷത്തുള്ള ആളോടും വളരെ സൗമ്യമായി ശാന്തനായി പ്രതികരിക്കുന്ന അഴീക്കോടൻ. ആ വ്യക്തിഭാവങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, നിങ്ങൾ ശാന്തനോ സൗമ്യനോ സൽസ്വഭാവക്കാരനോ പ്രകോപിതനാകാതിരിക്കുന്നയാളോ എന്നതൊന്നും എതിരാളിയുടെ കണ്ണിൽ അതൊരു പ്രത്യേകതയായി വരുന്നില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കണ്ട, ഇതാണ് അവരുടെ നിലപാട്. നിങ്ങൾ ജീവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടും. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലപ്പെടണം. എന്തായിരുന്നു ആദ്യം ചെയ്തത്? എങ്ങനെയായിരുന്നു അഴീക്കോടനെ നമ്മുടെ കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത്? എല്ലാ അഴിമതിയുടെയും മൂർത്തിമദ്ഭാവം. എന്നിട്ട് അഴിമതിക്കോടൻ എന്ന പേരും. അദ്ദേഹം താമസിക്കുന്ന സൗധം, രമ്യഹർമ്മ്യം, അതിനെപ്പറ്റിയുള്ള കഥകൾ, എന്തെല്ലാം കള്ളക്കഥകൾ. കണ്ണൂരിൽ ആ കാലത്ത്, ഇപ്പോൾ ഇല്ല കേട്ടോ, ആ കാലത്ത് വലിയൊരു ബസ് കമ്പനി ഉണ്ടായിരുന്നു. പോയ കമ്പനി ആയതുകൊണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ കമ്പനി അഴീക്കോടനായിരുന്നു എന്നായിരുന്നു ഒരു പ്രചരണം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വേട്ടയാടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇതുപോലുള്ള കുപ്രചരണങ്ങൾ അതിക്രൂരമായാണ് അഴീക്കോട് നേരെ അഴിച്ചുവിട്ടത്. പക്ഷേ അതൊന്നും ആ സമുന്നതനായ നേതാവിനെ ബാധിച്ചില്ല. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ബാഗും തൂക്കിപ്പിടിച്ച് KSRTC ബസ്സിൽ ചാടിക്കയറി എവിടെയാണോ പോകേണ്ടത്, കണ്ണൂരോ കാസർഗോഡോ തൃശ്ശൂരോ എവിടെയാണെങ്കിലും അവിടെ ചെന്നിറങ്ങി തൻ്റെ പ്രവർത്തനം നടത്തി അടുത്ത ബസ്സിൽ തിരിച്ചു പോവുകയായിരുന്നു. മരണം നടന്നു, രക്തസാക്ഷിത്വം നടന്നു. കേരളത്തിന് മനസ്സിലായി രമ്യഹർമ്മ്യമില്ല, മഹാസൗധമില്ല, വാടക വീട്ടിൽ താമസിക്കുന്നു, സ്വന്തം വീടില്ല. ഇതായിരുന്നു അഴീക്കോടന്റെ അനുഭവം. ബാക്കി കാര്യം വേറെ, അതിനെപ്പറ്റി പിന്നെ ഞാൻ പറയേണ്ടതില്ല. ഏത് തരത്തിലുള്ള വേട്ടയാടലുകൾ? അഴീക്കോടനെ പോലുള്ള സംസ്ഥാന തലത്തിൽ സമുന്നതനായ ഒരു നേതാവിനെ നഷ്ടപ്പെട്ട ഈ പാർട്ടിക്ക് എത്ര ഉന്നതരായ സഖാക്കളെ നഷ്ടപ്പെടേണ്ടി വന്നു? അതല്ലേ അനുഭവം? MLA ആയിരുന്നില്ലേ കുഞ്ഞാലി? MLA ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിയല്ലേ നേരെ വെടിവെച്ച് കൊന്നത്? എന്തെല്ലാം അനുഭവങ്ങൾ. എന്നിട്ട് പേരോ കൊലയാളികളുടെ പാർട്ടി. കൊലക്കരയാകുന്നവരെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ, CPIMകാർ. പേര് കൊലയാളികളുടെ പാർട്ടി. ഇതല്ലേ നമ്മുടെ അനുഭവം? ഒരു ഘട്ടം വരെ ഇതിനെല്ലാം
അന്ന് നേതൃത്വം കൊടുക്കാൻ ശേഷിയുണ്ട് എന്ന് ധരിച്ച കോൺഗ്രസ് ആയിരുന്നു രംഗത്തുണ്ടായിരുന്നത്. പിന്നീട് ആ ദൗത്യം RSS ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണല്ലോ ഒരു കോൺഗ്രസ് നേതാവ് പരസ്യമായി പറഞ്ഞത് RSSന്റെ ശാഖക്ക് ഞങ്ങൾ കാവൽ നിന്നിരുന്നു. സംരക്ഷണത്തിന് വേണ്ടി കോൺഗ്രസ്സുകാരെ അയച്ചു കൊടുത്തിരുന്നു എന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പരസ്യമായി പറയുന്ന നിലയുണ്ടായില്ലേ. ഇവരെല്ലാം ആഗ്രഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയായിരുന്നു. ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ ഗവൺമെന്റിൽ നിന്ന് ഭരിച്ച അനുഭവം മാത്രമല്ല, പറഞ്ഞല്ലോ നേരത്തെയുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച്. രാജ്യമാകെ ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരെ അണിനിരന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ആ ഘട്ടത്തിൽ രാജ്യമൊന്നാകെ ആ അമിതാധികാര വാഴ്ചക്ക് തുടർച്ചയുണ്ടായിക്കൂടാ എന്ന് തീരുമാനിക്കുന്നു 1977. ഇവിടെ എന്താ സംഭവിച്ച്? ഞങ്ങളെ അനുഭവത്തിൽ ദുരനുഭവത്തിൽപ്പെട്ട ഒരു കാര്യമാണല്ലോ അത്. ഞങ്ങളതുകൊണ്ട് ആകെ തകർന്നു പോയോ? ഇവിടെ കേരള രാഷ്ട്രീയം അവസാനിക്കുന്നു എന്ന് ഞങ്ങൾ 1977 കണ്ടോ? കേരളത്തിൻ്റെതായ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ പ്രത്യേകതകൾ വലിയ തോതിൽ ഉപയോഗിക്കാൻ അന്നത്തെ ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾക്ക് സാധിച്ചു. അതൊരു ഭാഗം. നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ നിയമസഭയിൽ അംഗമായിരുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ എത്ര പേരായിരുന്നു എന്നറിയോ? 17 പേര്. തകർന്നു പോയില്ലേ? തകർന്നോ? തൊട്ടു പിന്നാലെ 1977 ശേഷം 77 ഈ പറയുന്ന കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനെ തുറന്നുള്ള നാളുകളിലെ കഥയാണ് ഞാൻ പറയുന്നത്. എന്താണ് കേരളം എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറയുന്നത്. തൊട്ടു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പുകൾ ഓരോന്നായി വരുന്നു. 1 കാസർഗോഡ്, 2 തലശ്ശേരി, 3 തിരുവല്ല, 4 നേമം. എന്തായി? ആ 77 ജയിച്ചു നിൽക്കുന്നവർക്ക് ഈ 4 ജയിക്കാൻ കഴിഞ്ഞോ? അതാണ് കേരളം. അതാണ് മാറ്റം. അവിടുന്ന് ഇങ്ങോട്ട് വന്ന മാറ്റമുണ്ട്. അതിന്റെ ഭാഗമായാണ് 1980 തെരഞ്ഞെടുപ്പ് വരുന്നത്. ഞങ്ങൾ തകർന്നു പോയില്ല, ഞങ്ങൾ ഒലിച്ചും പോയില്ല. ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഞങ്ങളാകെ തകർന്നടിഞ്ഞു പോയില്ല. ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചു. ജനങ്ങൾ ശരിവെച്ചു. അതിന്റെ ഭാഗമായാണ് തലശ്ശേരി വേണമെങ്കിൽ പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ 4 മണ്ഡലം, കാസർഗോഡായാലും തലശ്ശേരി ആയാലും തിരുവല്ല ആയാലും നേമമായാലും നല്ല രീതിയിൽ ജയിച്ച് ഞങ്ങൾ വന്നത്. മാറ്റം വന്നില്ലേ കേരളത്തിൽ?
ജനങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായി മാറ്റം വന്നില്ലേ? നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങള് ഞങ്ങളെ ചിലതിങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ചിലത് ഞാൻ തിരിച്ചു ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങ് ഒലിച്ചു പോകുന്നൊരു പാർട്ടിയല്ല ഈ പാർട്ടി, അത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആ ഭാഗം കൂടുതലായി പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. 2016 നമ്മുടെ സംസ്ഥാനത്ത് LDF സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഇവിടെ എന്തായിരുന്നു അന്നത്തെ സ്ഥിതി? ഇന്നത്തെ സ്ഥിതിയല്ല കേട്ടോ, അന്നത്തെ സ്ഥിതി. അത്രയധികം മറന്നു പോകാനിടയില്ലാലോ. ഒരു 8 വർഷമല്ലേ ആയിട്ടുള്ളൂ. വേഗം മറക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാലും 2016 അവസ്ഥയൊന്ന് ഓർമ്മിച്ചു നോക്കിയാൽ എല്ലാരെയും മനസ്സിൽ വരില്ലേ? ശപിക്കുകയായിരുന്നില്ലേ ആളുകൾ? ഇങ്ങനെ ആയിപ്പോയി എന്റെ നാട്, ഇനി ഇതിന് മാറ്റമുണ്ടാവില്ല, ഇത്തരം ഒരു നാട്ടിലായിപ്പോയി ഞാൻ. എല്ലാം തകരുന്നു. തകരാത്ത ഏതെങ്കിലും ഒരു രംഗം വന്നിട്ടുണ്ടായിരുന്നോ? നാട് മാറുകയല്ലേ, ലോകം മാറുകയല്ലേ, വലിയ പുരോഗതിയല്ലേ ഓരോ ഭാഗത്തും വരുന്നത്. നമ്മുടെ നാടോ? നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ധാരാളം ആളുകള് പുറത്തു പോകുന്നവരാണ്. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും പോകുന്നവരാണ്. കേരളം വിട്ടാൽ കാണുന്ന പലതും നമുക്കിവിടെ കാണാനാകുന്നില്ല. റോഡ് പോലുമില്ല. ഇതായിരുന്നില്ലേ അവസ്ഥ? നമുക്ക് നേരെ വണ്ണം യാത്ര ചെയ്യാനുള്ള റോഡ് പോലും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തേ അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം? ഇവിടെ ആ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്നാണ്, പഴയ ഉദ്യോഗസ്ഥനാണ്, എന്നെ കാണാനിടയായി. ഇവിടെ ഈ പരിപാടിക്ക് വന്നപ്പോ കാണാനിടയായതാണ്. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. വലിയ കേമന്മാർ വന്നങ്ങിരിക്കുകയാണ് യോഗത്തിൽ. ഒരു പദ്ധതി നടക്കാനുള്ള യോഗം ആലോചിക്കാൻ. ഈ പദ്ധതി നടത്താൻ പറ്റില്ല, ഇതിവിടെ നടത്താൻ പറ്റില്ല, ഇക്കാര്യം ആലോചിക്കാനേ പാടില്ല. അപ്പോ പോയിരുന്നവര്, ഈ നടത്തേണ്ടവര്, ആളെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല, വെറുതെ നമ്മുടെ കൂടെയൊക്കെ ഇല്ലാത്തവരെ അവമാനിക്കാൻ തയ്യാറാണ്. അവരൊരു പഞ്ചപുച്ഛമടക്കി തിരിച്ചു പോവുക. അതാണോ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ നാടിന് ആവശ്യമാണോ എന്നല്ലേ ചിന്തിക്കേണ്ടത്? ഇപ്പൊ നാഷണൽ ഹൈവേ സ്ഥലമെടുക്കണം, അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ അവരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണോ വേണ്ടത്? കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിനൊരു ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ സർക്കാരിന്റെ വഴിക്ക് പോകും എന്ന് പറയണം. അപ്പോ ഫലം നാം കണ്ടല്ലോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഫലം നാം കണ്ടതാണല്ലോ, അനുഭവിച്ചതാണല്ലോ, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മളെ നാട്ടിൽ വരില്ല എന്ന് കണക്കാക്കി സ്ഥലം വിട്ടതായിരുന്നില്ലേ അവര്? പൂർത്തിയായില്ലേ? എടമൺ കൊച്ചി പവർ ഹൈവേ ഇപ്പോ അതിലെ വൈദ്യുതി പ്രവഹിക്കുകയാണ്. എന്തായിരുന്നു കാര്യം? ഒരു പ്രത്യേക സ്ഥലത്തെത്തുന്നു. ആ സ്ഥലത്തുള്ള പ്രമാണിമാർ, ആ സ്ഥലത്തിന്റെ പ്രമാണിമാർ അവര് തടയുന്നു. ആ ഒരു അനുഭവം മാത്രം ഞാൻ പറയാം.
LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആദ്യം പറഞ്ഞു ഈ പദ്ധതി നമുക്ക് ആവശ്യമാണ്, അവിടെ നിന്നുള്ള വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ്, ഈ ലൈൻ ആവശ്യമാണ്, അതിന് ആവശ്യമായ സഹായവും സഹകരണവും പിന്തുണയും നിങ്ങൾ നൽകണം. അവര് വീരാധിവീരന്മാരല്ലേ, സഹകരിക്കാൻ തയ്യാറായില്ല. സഹകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഗവൺമെന്റ് വഴിക്കങ്ങ് മുന്നോട്ട് പോയി. പിന്നെ ഏതാ അവർക്ക് വേണ്ടി ചില പ്രധാനികൾ തന്നെ രംഗത്ത് വരുന്നു. എന്തിനു ഒഴിവാക്കി കൊടുക്കാൻ? സുഗമമായി കാര്യം നടന്നു. ഇതല്ലേ നമ്മുടെ അനുഭവം. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സർക്കാർ എന്നത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. അവിടെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകാം, ആ നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പുണ്ടാകാം. നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാർ. അവരുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം, ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ സർക്കാരിൻ്റെതായ വഴിക്ക് മുന്നോട്ട് നീങ്ങണം. കാരണം നാടിന്റെ ഭാവിക്ക് അത് ആവശ്യമാണ്. ഇപ്പോ നമ്മുടെ ഇവിടുത്തെ തുരങ്കമില്ലേ, കുതിരാൻ തുരങ്കം, ആ തുരങ്കത്തെ കൂടി യാത്ര ചെയ്ത ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന കുടുംബം, ആ ഒരു കുട്ടിയടക്കാണ്. അവരുടെ അമ്മയുടെ വീട് പാലക്കാടാണ്, കോട്ടയത്തുകാരാണ്, പാലക്കാടാണ് അമ്മയുടെ വീട്. അവര് വന്നിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. ആശ്ചര്യപ്പെടുകയാണ് അവര്. എന്തൊരു മാറ്റം! ആ കുടുംബത്തെ യാദൃശികമായി കാണാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അവരെന്നോട് തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തൊരു മാറ്റം! ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെ റോഡില്ലാലോ എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. അത്ര സുന്ദരമായ റോഡ്. നാടിന്റെ മാറ്റമല്ലേ അതല്ല? ഈ മാറ്റം നമുക്ക് വേണ്ടേ? ആ മാറ്റം ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ നമ്മുടെ നാടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങള് അവരെ വിധി അങ്ങനെയായിപ്പോയി, ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് വെച്ചിരിക്കുകയാണോ സർക്കാർ വേണ്ടത്? അതാണോ സർക്കാരിന്റെ വഴി? അവരെ സാധാരണ ജീവിതത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നതല്ലേ സർക്കാർ ആലോചിക്കേണ്ടത്? ഇവിടെ 60 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകുന്നത്. ദൂർത്താണെന്ന് അഭിപ്രായമുള്ളവരുണ്ടാവും. പക്ഷേ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ആ പാവപ്പെട്ടവർ അർഹിക്കുന്നതാണത്. അതിനിയും വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമത്തിൽ തന്നെയാണ് സർക്കാർ. നമ്മുടെ രാജ്യമാകെ ദരിദ്രർ, അതിദരിദ്രർ വളരെ കൂടുതൽ. നമ്മുടെ കേരളത്തില് അതിദരിദ്രർ എത്രയാണ് എന്നൊരു കണക്കെടുത്തു. 64,006. എന്താ LDF ആലോചിച്ചത്? നമ്മുടെ നാട്ടിൽ അതിദരിദ്രർ ഇല്ലാതാവണം. അതായത് അതിദരിദ്ര കുടുംബം എന്ന അവസ്ഥ ഇല്ലാതാവണം. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് കരകയറ്റണം. എന്തു ചെയ്യണം? അവർക്ക് ആവശ്യമായ പിന്തുണ നൽകണം. ഇപ്പൊ 2025 നവംബർ 1 ഈ കേരളത്തിൽ ഒരൊറ്റ കുടുംബം അതിദരിദ്രാവസ്ഥയിൽ ഉണ്ടാകില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതൊന്നും ജനങ്ങൾ കാണരുത്, കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങള് മറ്റു പല കാര്യങ്ങളും പെരുപ്പിച്ച് കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഇവിടുത്തെ
തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണത്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി. ആ അന്വേഷണ റിപ്പോർട്ട് 24-നുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോ ഇന്ന് 23-ആണ്. നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക. അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കയ്യിലെത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാർഗത്തിൽ എൻ്റെ കയ്യിലെത്തുമായിരിക്കും. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് എവിടുന്നാ കിട്ടിയത്? ഇവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലാലോ. മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ? അതൊക്കെ റിപ്പോർട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ. ഇനിയൊരു 3-4 ദിവസവും കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമല്ലോ. അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷമുണ്ടാക്കുക, വല്ലാത്ത വികാരമുണ്ടാക്കുക, എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക. അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലാതായി എന്ന് വെക്കുക. അങ്ങനെ വരാനോ സങ്കല്പിക്കാനോ? ശരിയല്ലാതായാൽ എത്ര വലിയ നെറികേടായിരിക്കും നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? നിങ്ങൾ നെറികേടുകൾ ഇതുമാത്രമാണോ കാണിക്കുന്നത്? ഇപ്പൊ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല, വിസ്തരിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരെ മറ്റു തരത്തിൽ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതിനെല്ലാം നിയതമായ മാനദണ്ഡങ്ങളുണ്ട്. എല്ലാ കാലത്തും ആ നിലയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം കൊടുക്കാറ്. അതേ രീതിയിലാണ് നിവേദനം തയ്യാറാക്കിയത്. എന്താ പറഞ്ഞത്? ചെലവിട്ടതാണ് കാണിച്ചത് എന്നാണ്. ചെലവിട്ടതല്ല, ചെലവിത്രയും വരാനിടയുണ്ട് എന്നാണ് പറഞ്ഞത്. പുനരധിവാസം 2000 കോടിയിൽ പരം രൂപ വരും. അത് പറയണ്ടേ? കാണിക്കണ്ടേ? ഓരോ കാര്യവും അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് പറയുക. തരേണ്ടത് എത്ര എന്ന് അവരുടെ മാനദണ്ഡം വെച്ച് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുക. പക്ഷേ നാം പറയേണ്ട കാര്യങ്ങൾ പറയണം. എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത്? ഇതാണോ സ്വീകരിക്കേണ്ട രീതി? കേന്ദ്ര ഗവൺമെന്റ്
ഇതേവരെ സഹായം നൽകിയിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ. അത് വയനാട് ദുരന്തത്തിന്റെ സഹായമായിരുന്നു. അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു. സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതേവരെ സഹായം തന്നിട്ടില്ല. അതിനുശേഷമുണ്ടായ ദുരന്തത്തിൽ ചിലയിടത്ത് സഹായിക്കുന്നത് കണ്ടു. ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും ആ സമീപനത്തെ വിമർശിക്കാൻ തോന്നിയോ? എന്തേ അതിനെക്കുറിച്ച് പറയാൻ മടി? നിങ്ങൾ ഈ നാടിന്റെ ഭാഗമല്ലേ? നാടിനു വേണ്ടിയല്ലേ ശബ്ദമുയർത്തേണ്ടത്? നാടിന്റെ താല്പര്യമല്ലേ സംരക്ഷിക്കേണ്ടത്? എങ്ങനെയെങ്കിലും നാട് തകർന്നാ മതി, നല്ല കാര്യമായിപ്പോയി എന്നാണോ ചിന്തിക്കേണ്ടത്? അതിനുവേണ്ടിയാണോ നിലകൊള്ളേണ്ടത്? നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാടാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. അവര് തന്നെ തിരുത്തേണ്ട കാര്യമാണിത്. അവര് തന്നെ ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ചിലരെങ്കിലും ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തിരുത്തി എന്ന് പറയാൻ തയ്യാറായി. നിങ്ങൾ കൂട്ടായി ആലോചിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ ആലോചിക്കണം. കേരളത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ, മറ്റെല്ലായിടങ്ങളിലുമുണ്ട്. മറ്റുള്ളിടത്ത മാധ്യമങ്ങൾ ആ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും. നിങ്ങൾ അതാണോ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെ LDF ആണ് എന്നുള്ളത് കൊണ്ട് ആ LDFനെ എങ്ങനെയെങ്കിലും താർത്ത് കളയാം. അത് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും ഉണ്ടാകും. അവരാശ്രമം നടത്തും. നിങ്ങൾ അവരുടെ വക്താക്കളായി മാത്രമല്ല രംഗത്ത് വരേണ്ടത്. നാടിൻ്റെതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവണം. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാട് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ കൊണ്ട് വല്ലാതെ തകർന്നു പോകുമെന്നാരും വ്യാമോഹിക്കേണ്ടതില്ല. ചിലരെ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥയൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായല്ലോ. അതല്ല എത്ര നാളാ നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. അതിനൊക്കെ ആയുസ് വളരെ കുറവാണല്ലോ. പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾ അതെല്ലാം മറന്നുപോയി എന്ന് മാത്രം, അത്രയും അതിനകത്തുള്ളൂ. ഏതായാലും CPIM-ന്റേതായ നേതമായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. LDF-ഉം LDF സർക്കാരും അതേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോവുക. അത്തരം പ്രവർത്തനങ്ങൾക്ക് സഖാവ് അഴീക്കോടന്റെ ഉജ്ജ്വലമായ സ്മരണ നമുക്കേവർക്കും കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അഴീക്കോടന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.